നമസ്കാരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയുടെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം വീണ്ടും സജീവമായിരിക്കുകയാണ്. മുൻ മന്ത്രി കെ ഗണേഷ് കുമാറിനെതിരെയാണ് കേസിൽ പ്രധാനമായിട്ടും ആരോപണം ഉയർന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ.സി. ജോസഫും അന്നത്തെ തൃക്കാക്കര MLAയും നിലവിലെ ചാലക്കുടി MP-യുമായിട്ടുള്ള ബെന്നി ബെഹനാനും കോടതിയിൽ നൽകിയ മൊഴികളാണ് ഈ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റ് അർജുൻ രാജിന് മുന്നിലാണ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് ലഭ്യമായ വിവരം. ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നീട് ഉയർന്ന പരാതി സ്വാഭാവികമായി രൂപപ്പെട്ടതല്ലെന്നും രാഷ്ട്രീയവും വ്യക്തിപരവുമായിട്ടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത നീക്കത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നുമാണ് ഇരുവരും മൊഴിയിൽ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവ കോടതിയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണെന്നും അവയുടെ വിശ്വാസ്യതയും നിയമപരമായിട്ടുള്ള നിലനിൽപ്പും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പരിശോധിക്കേണ്ടതാണെന്നും പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിക്കെതിരായ മൊഴി അതുകൊണ്ട് മാത്രം കുറ്റം തെളിഞ്ഞതായിട്ട് കണക്കാക്കാനാകില്ല. എങ്കിലും കേരള രാഷ്ട്രീയത്തെ ദീർഘകാലം ബാധിച്ച സോളാർ വിവാദത്തിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ച് നേരിട്ട് അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന രണ്ട് പ്രമുഖ നേതാക്കൾ കോടതിയിൽ മൊഴി നൽകിയതോടെ കേസിന് രാഷ്ട്രീയമായും നിയമപരമായിട്ടും കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. കെ.സി. ജോസഫ് നൽകിയ മൊഴിയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ചില രാഷ്ട്രീയ സംഭവങ്ങളാണ് ഗൂഢാലോചന ആരോപണത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നുവെന്നും 2013 കുടുംബവുമായി ബന്ധപ്പെട്ട പരാതിയും തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ശക്തമായ സാഹചര്യത്തിലാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചതെന്നും കെ.സി. ജോസഫ് വിശദീകരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആലോചനകളൊക്കെ തന്നെ നടന്നിരുന്നുവെന്നാണ് മൊഴിയിലെ മറ്റൊരു ഭാഗം. എന്നാൽ കേരള കോൺഗ്രസ് B നേതാവും ഗണേഷ് കുമാറിൻ്റെ പിതാവുമായിരുന്ന R. ബാലകൃഷ്ണപിള്ളയുടെ എതിർപ്പുൾപ്പെടെയുള്ള കാരണങ്ങളാൽ ആ നീക്കം യാഥാർത്ഥ്യമായില്ലെന്നും കെ.സി. ജോസഫ് ആരോപിക്കുന്നു. സോളാർ കേസിലെ പരാതിക്കാരിയുമായുള്ള ഗണേഷ് കുമാറിൻ്റെ പരിചയത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഈ എതിർപ്പിന് കാരണമായിരുന്നുവെന്നാണ് മൊഴിയിൽ പറഞ്ഞതായുള്ള വിവരം. മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത ഇല്ലാതായതോടെ ഉമ്മൻചാണ്ടിയോടുള്ള രാഷ്ട്രീയ വിരോധം ശക്തമായെന്നും അതിൻ്റെ തുടർച്ചയായാണ് പരാതിക്കാരിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്താനുള്ള നീക്കം നടന്നതെന്നും കെ.സി. ജോസഫ് കോടതിയിൽ ആരോപിച്ചു. ഈ വിശദീകരണം ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അന്നത്തെ മന്ത്രിസഭയ്ക്കുള്ളിലെ ബന്ധങ്ങളുമൊക്കെ തന്നെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിലും മൊഴിയിൽ പറയുന്ന ഉദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ബന്ധങ്ങളും സ്വതന്ത്രമായിട്ടുള്ള തെളിവുകളിലൂടെ സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. ഈ കേസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു വിഷയം അത് പരാതിക്കാരി ജയിലിൽ കഴിയുന്നതിനിടെ തയ്യാറാക്കിയതായിട്ട് പറയപ്പെടുന്ന കത്തിലെ പേജുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വ്യത്യാസമാണ്. ആദ്യഘട്ടത്തിൽ ജയിൽ അധികൃതർക്ക് കൈമാറിയ കത്ത് 21 പേജുകൾ ഉള്ളതായിരുന്നുവെന്നാണ് ആരോപണം. കത്ത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട രേഖയിലും രസീതിലുമൊക്കെ 21 പേജുകൾ എന്ന വിവരം രേഖപ്പെടുത്തിയിരുന്നതായിട്ട് പരാതി ഭാഗം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിന്നീട് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കത്തിന് 25 പേജുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കേസിലെ പ്രധാന വാദം. അധികമായി പ്രത്യക്ഷപ്പെട്ട 4 പേജുകളിൽ ഉമ്മൻചാണ്ടിയെയും മറ്റ് UDF നേതാക്കളെയും സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കെ.സി. ജോസഫ് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഈ 4 പേജുകൾ ആദ്യത്തെ കത്തിൻ്റെ ഭാഗമായിരുന്നില്ലെന്നും പിന്നീട് പ്രത്യേക താല്പര്യത്തോടെ കൂട്ടിച്ചേർത്തതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അധിക പേജുകളുടെ ഉള്ളടക്കം തയ്യാറാക്കുന്നതിലും അവ പരാതിക്കാരിയുടെ കത്തിൽ ഉൾപ്പെടുത്തുന്നതിലുമൊക്കെ തന്നെ ഗണേഷ് കുമാറിന് പങ്കുണ്ടായിരുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും മൊഴിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു രേഖയിൽ പിന്നീട് മാറ്റം വരുത്തിയതായിട്ട് നിയമപരമായിട്ട് സ്ഥാപിക്കാൻ യഥാർത്ഥ കത്തിൻ്റെ പകർപ്പ്, ജയിൽ രേഖകൾ, കൈയെഴുത്ത് പരിശോധന, അതോടൊപ്പം രേഖ കൈകാര്യം ചെയ്തവരുടെയൊക്കെ തന്നെ മൊഴികൾ, തീയതികൾ, സാഹചര്യ തെളിവുകൾ എന്നിവയൊക്കെ നിർണായകമാകും. അതിനാൽ 21 പേജും 25 പേജും തമ്മിലുള്ള വ്യത്യാസം രാഷ്ട്രീയമായി വലിയ ചർച്ചയായാലും നിയമപരമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ട് രേഖകളുടെ ശാസ്ത്രീയവും സുതാര്യവുമായിട്ടുള്ള പരിശോധന അനിവാര്യമാണ്. ബെന്നി ബെഹനാൻ MP നൽകിയ മൊഴിയും കെ.സി. ജോസഫിൻ്റെ ആരോപണങ്ങളോടെ സാമ്യമുള്ളതാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണം രൂപപ്പെട്ട സാഹചര്യത്തിലും പരാതിക്കാരുടെ കത്തിൽ കൂടുതൽ പേജുകൾ ഉൾപ്പെട്ടതായുള്ള സംശയത്തിലും ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന നിലപാടാണ് അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത രാഷ്ട്രീയ സഹപ്രവർത്തകരായിരുന്ന ഇരുവരും സമാനമായ കാര്യങ്ങൾ മൊഴിയായിട്ട് പറഞ്ഞത് പരാതിക്കാരുടെ വാദത്തിന് ശക്തി നൽകുന്ന ഘടകമായി അവർ അവതരിപ്പിക്കുന്നു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന നൽകിയ കേസിൻ്റെ ഭാഗമായാണ് ഈ മൊഴികൾ രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. എന്നാൽ ഇരുവരും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ സഹപ്രവർത്തകരും വിശ്വസ്തരുമായിരുന്നതിനാൽ തന്നെ അവരുടെ മൊഴി വിലയിരുത്തുമ്പോൾ നേരിട്ടുള്ള അറിവ്, കേട്ടറിവ്, രാഷ്ട്രീയ ബന്ധം, രേഖാപരമായിട്ടുള്ള പിന്തുണ എന്നിവ കോടതി പ്രത്യേകം പരിശോധിച്ചേക്കും. ഒരേ തരത്തിലുള്ള മൊഴികൾ അത് 2 പേർ നൽകി എന്നത് മാത്രം ഒരു ആരോപണത്തിൻ്റെ അന്തിമ തെളിവാകില്ല. മൊഴികളിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന രേഖകളും അതോടൊപ്പം തന്നെ ആശയവിനിമയ വിവരങ്ങളുമൊക്കെ അതുപോലെ സാക്ഷികളും മറ്റ് സാഹചര്യ തെളിവുകളും കണ്ടെത്തേണ്ടി വരും.
അതേസമയം ദീർഘകാലമായി പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്ന ഗൂഢാലോചന സംശയം ഇപ്പോൾ ഔദ്യോഗിക കോടതി നടപടിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയതോടെ വിഷയത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ പരിധിയിൽ മാത്രം ഒതുക്കാനാകാത്ത സ്ഥിതിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കേസിനെക്കുറിച്ചുള്ള പൊതുചർച്ചകളിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിൽ ഒരാളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള പൊതുവായ ആരോപണങ്ങളെക്കാൾ കേസുമായി നേരിട്ട് ബന്ധമുള്ള തെളിവുകൾക്കാണ് പ്രാധാന്യം ലഭിക്കുക. ഗണേഷ് കുമാറിൻ്റെ മുൻകാല കുടുംബ വിവാദങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജി എന്നിവയൊക്കെ ഗൂഢാലോചനയുടെ ഉദ്ദേശം അത് വിശദീകരിക്കാനായി പരാതി ഭാഗം ഉന്നയിച്ചാലും അവ മാത്രം നിലവിലെ കേസിൽ കുറ്റം തെളിയിക്കുന്ന തെളിവുകളായി മാറില്ല. പരാതിക്കാരിയുടെ കത്ത് ആരാണ് തയ്യാറാക്കിയത്, അത് എപ്പോൾ തയ്യാറാക്കി, ആദ്യമായി കൈമാറിയപ്പോൾ എത്ര പേജുകൾ ഉണ്ടായിരുന്നു, പിന്നീട് ആരുടെയെങ്കിലും ഇടപെടലിലൂടെ ഉള്ളടക്കം മാറിയോ, ബന്ധപ്പെട്ട വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടന്നിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് അന്വേഷണത്തിൽ വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ കത്തിൻ്റെ വിവിധ പതിപ്പുകൾ ലഭ്യമാണെങ്കിൽ അവയുടെ കൈയെഴുത്തും മഷിയും കടലാസും തീയതികളും പരിശോധിക്കാവുന്നതാണ്. ജയിലിലെ സന്ദർശക രജിസ്റ്റർ, ഫോൺ രേഖകൾ, കമ്മീഷന് സമർപ്പിച്ച രേഖകളുടെ ഔദ്യോഗിക പകർപ്പുകൾ, അന്നത്തെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ എന്നിവയും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പരസ്പര ആരോപണങ്ങളെക്കാൾ ഔദ്യോഗികമായിട്ടുള്ള രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്ന തെളിവുകളുമാണ് കേസിൻ്റെ ഭാവി ഇനി നിർണ്ണയിക്കുക. ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെയും വ്യക്തിപരമായ പ്രതിച്ഛായയെയും ദീർഘകാലം ബാധിക്കുകയും ചെയ്തിരുന്നു. അവസാനം അദ്ദേഹം നിരപരാധിയെന്ന് തെളിയിക്കപ്പെട്ടു. അതിനാൽ ആ ആരോപണങ്ങളുടെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഇടപെടൽ നടന്നുവെന്ന വാദം ശരിയാണോ എന്നത് കണ്ടെത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, പൊതുസമൂഹത്തിനും നീതിന്യായ സംവിധാനത്തിനും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതേസമയം ഗണേഷ് കുമാറിനെതിരായ പുതിയ മൊഴികൾ പുറത്തു വന്നുവെന്ന കാരണത്താൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നോ ശിക്ഷ ഉറപ്പാണെന്നോ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നിയമപരമായിട്ട് ശരിയല്ല. മൊഴികൾ പരിശോധിക്കുകയും എതിർഭാഗത്തിന് വിശദീകരണം നൽകാനുള്ള അവസരം ലഭിക്കുകയും രേഖകളും സാക്ഷികളും അത് കൃത്യമായി കോടതിയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്ത ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും കേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരോപണം, തെളിവ്, കോടതി കണ്ടെത്തൽ എന്നീ 3 ഘട്ടങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസം പാലിക്കേണ്ടതുണ്ട്. നിലവിൽ പറയാവുന്നത് കെ.സി. ജോസഫിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും മൊഴികൾ സോളാർ ഗൂഢാലോചന കേസിന് പുതിയൊരു നിയമപരമായിട്ടുള്ള ദിശ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഈ കേസിൻ്റെ തുടർ നടപടികളും രേഖാ പരിശോധനയും സാക്ഷിമൊഴികളുടെ വിശ്വാസ്യതയും അടിസ്ഥാനമാക്കിയായിരിക്കും ആരോപണങ്ങൾ നിലനിൽക്കുമോ തള്ളപ്പെടുമോ എന്നത് ഇനി തീരുമാനിക്കപ്പെടുക.